ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ആണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കുമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റികളായിട്ട് ചർച്ച ചെയ്യാം. ആദ്യത്തെ ആക്ടിവിറ്റി ലിസണിങ് കോംപ്രഹെൻഷൻ ആണ്. അത് നല്ലപോലെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് മനസ്സിലാക്കി ശരിയായവയ്ക്ക് ടിക്ക് മാർക്കും തെറ്റായവയ്ക്ക് ഇൻറ്റു മാർക്കും അതായത് റോങ് മാർക്കും കൊടുക്കുക. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻ ആസ് ടു ദ കറക്റ്റ് സെൻറ്റൻസസ് ആൻഡ് റോങ് മാർക്ക് അഗെയിൻ ആസ് ടു ദ റോങ് വൺസ്. ഓക്കെ, A, B, C, D, E are the questions. One day Rocky got a fish. ഒരു ദിവസം റോക്കിക്ക് ഒരു ഫിഷ് കിട്ടി. സം സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്ക്ഡ് റോക്കി. കുറച്ച് തെരുവ് നായകൾ റോക്കിയെ ആക്രമിച്ചു. ദ സ്ട്രീറ്റ് ഡോഗ്സ് വർ അഫ്രൈഡ് ഓഫ് റോക്കി. റോക്കിയെ കണ്ട് തെരുവ് നായകൾ ഭയന്നു. ദ മദർ ക്രോ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് റോക്കി. അമ്മക്കാക്കയും കൂട്ടുകാരും റോക്കിയെ സഹായിച്ചു. റൺ റൺ സെഡ് ദ മദർ ക്രോ. ഓടിക്കോ ഓടിക്കോ എന്ന് അമ്മക്കാക്ക പറഞ്ഞു. ഇത് തെറ്റാണെങ്കിൽ തെറ്റ് അടയാളം ഇടുക, ശരിയാണെങ്കിൽ ശരി അടയാളം ഇടുക. ടീച്ചർ നിങ്ങൾക്ക് ഈ കഥ 2 or 3 തവണ വായിച്ചു തന്നിട്ടുണ്ടാവും, വായിച്ചു തരും. ആ കഥയിലെ ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ വൺ ഡേ റോക്കി ഗോട്ട് എ ഫിഷ്. അപ്പോൾ ആ കഥയിൽ റോക്കിക്കൊരു ഫിഷിനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടത് ശരിയാണ്. സം സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്ക്ഡ് റോക്കി, അതും ശരിയാണ്. ദ സ്ട്രീറ്റ് ഡോഗ്സ് വർ അഫ്രൈഡ് ഓഫ് റോക്കി. റോക്കിയെ കണ്ട് ഭയന്നത് ആ കഥയിലില്ല, അത് തെറ്റാണ്. അടുത്ത ചോദ്യവും ശരിയാണ്, അതിൻ്റെ അടുത്ത ചോദ്യവും തെറ്റാണ്. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. റീഡ് ദ ഫ്ലോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ ഒരു കഥ വായിച്ച ശേഷം എന്നെ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കഥ വായിക്കാം. ഇറ്റ് വാസ് എ സണ്ണി ഡേ. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഹെർ ഡയമണ്ട് ക്രൗൺ വാസ് സ്പാർക്ലിംഗ് ഇൻ ദ സൺലൈറ്റ്. A fisherman saw her from a distance. Wow, a beautiful crown. I want that crown, he thought. The fisherman rowed his boat towards the princess. Julia saw the boat coming towards her. She started swimming back home, but the fisherman threw a net over her. The net fell on Julia and she was trapped. Help me, she cried. A shark heard her cry and came to help Julia. The shark opened its mouth and followed the boat. The fisherman trembled with fear. He let Julia go away and escaped from there. Julia became happy. She thanked to the shark. അപ്പോൾ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രിൻസസ് ജൂലിയ ഇങ്ങനെ കടലിൽ കൂടെ നീന്തുകയാണ്. മെർമെയ്ഡാണ് അവൾ, മത്സ്യകന്യകയാണ്. ഫിഷർമാൻ അവളെ കാണുന്നു, അവളുടെ കിരീടം താഴെ വീഴുന്നു. അപ്പോൾ അവളെ ഒരു നെറ്റ് ഇട്ട് പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു ഷാർക്ക് വരുന്നു, ഷാർക്ക് അവളെ രക്ഷിക്കുന്നു. ഇനി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസസ് ജൂലിയ വാസ് ഡാഷ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്, സ്വിമ്മിങ് ഇൻ ദ സീ, ഡാൻസിങ് ഇൻ ദ പാലസ്. ഏതാണ് ശരി? യെസ്, സ്വിമ്മിങ് ഇൻ ദ സീ ആണ് കഥയിൽ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, ദ ഫിഷർമാൻ ട്രാപ്ഡ് ജൂലിയ ഡാഷ്. യൂസിങ് എ സ്റ്റിക്ക്, യൂസിങ് എ നൈഫ്, യൂസിങ് എ നെറ്റ്, യൂസിങ് എ ഹുക്ക്. ഇതിൽ ഏത് വെച്ചാണ് പ്രിൻസസ് ജൂലിയയെ ഫിഷർമാൻ പിടിച്ചത്? ഏതാണ്? യെസ്, യൂസിങ് എ നെറ്റ്, ഒരു വല ഉപയോഗിച്ചാണ് പിടിച്ചത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കം അഫ്രൈഡ്. എന്തിനാണ് മീൻപിടുത്തക്കാർ പേടിച്ചത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്, ഹി ലോസ്റ്റ് ദ നെറ്റ്, ജൂലിയ ക്രൈഡ് ഫോർ ഹെൽപ്പ്, ഹി സാ ദ ഡയമണ്ട് ക്രൗൺ. യെസ്, ഏതാണ്? എ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട്. രണ്ടാമത്തെ ചോദ്യം, ഫോർത്ത് ക്വസ്റ്റ്യൻ, എ വേർഡ് ഇൻ ദിസ് സ്റ്റോറി മീൻസ് ഷൈനിങ്. ഫൈൻഡ് ദ വേർഡ്. ഈ ഒരു കഥയിലെ ഒരു വാക്ക് ഷൈനിങ് എന്നതിന് പകരമായി വരുന്ന പദമാണ് ചോദിച്ചിട്ടുള്ളത്. സ്വിമ്മിങ്, കമ്മിങ്, സ്പാർക്ലിംഗ് ആൻഡ് ഹെൽപ്പിംഗ്. ഏതാണ്? ഷൈനിങ് എന്ന് പറയുമ്പോൾ തിളങ്ങുകയല്ലേ, സ്പാർക്ലിംഗ് ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിഷർമാൻ കോട്ട് ജൂലിയ ഫോർ ഗെറ്റിംഗ്. ജൂലിയ എന്തിനാണ് ഫിഷർമാൻ പിടിച്ചത്? യെസ്, ദ ഡയമണ്ട് ക്രൗൺ. അവൾക്ക് ഡയമണ്ട് ക്രൗൺ ഉണ്ട്, വില പിടിച്ചതാണത്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരുന്നു. തേർഡ് ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. റോക്കി സേവ്ഡ് ദ ക്രോ ആൻഡ് ഹെർ ബേബീസ് ഫ്രം ദ റെയിൻ. മഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയല്ലോ. ദ നെക്സ്റ്റ് ഡേ റോക്കി വാസ് ലൈയിങ് അണ്ടർ ദ ട്രീ. മരത്തിന്റെ താഴെ കിടക്കായിരുന്നു. ഹി വാസ് വെരി ഹംഗ്രി, ഹി ഫെൽറ്റ് സാഡ്. വിശന്ന് ദുഃഖിതനായിട്ടാണ് കിടപ്പ്. ദ ക്രോ സാ ദിസ്. കാക്ക കണ്ടു. ഷീ കെയിം നിയർ ബൈ റോക്കി.
വിത്ത് എ സർപ്രൈസിങ് ഗിഫ്റ്റ് ഫോർ ഹിം. അവനൊരു സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യം എന്താണ്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റോക്കി ആൻഡ് ദ ക്രോ. റോക്കിയും ക്രോവും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. സിമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതിയാൽ മതിയാകും. കാക്ക ചോദിക്കുകയാണ്, ഹലോ റോക്കി. റോക്കി പറയുകയാണ്, ഹലോ, ഹൗ ആർ യു? ക്രോ, ഐ എം ഫൈൻ, താങ്ക് യു. നന്ദി പറഞ്ഞപ്പോൾ റോക്കി ചോദിക്കുകയാണ്, വൈ ആർ യു ഹിയർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? ക്രോ, ഐ കെയിം ടു താങ്ക് യു. നിന്നോട് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഫോർ വാട്ട്? എന്തിനാണ് നീ നന്ദി പറയുന്നത്? ക്രോ, യു സേവ്ഡ് മീ. എന്നെ രക്ഷിച്ചു. ആൻഡ് മൈ ബേബീസ്. എൻ്റെ കുട്ടികളെയും നീ രക്ഷിച്ചു. റോക്കി, ഓ ഇറ്റ് ഈസ് ഓക്കെ, അതൊന്നും സാരമില്ല. ഐ എം ഹംഗ്രി. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ക്രോ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഐ കെയിം ഹിയർ വിത്ത് എ ഗിഫ്റ്റ് ഫോർ യു. ഞാൻ നിനക്കൊരു സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റോക്കി അന്തം വിട്ട് ചോദിക്കുകയാണ്, ഐ ആം ഹാപ്പി. അത് കണ്ടപ്പോൾ അവന് സന്തോഷമായി. ഐ എം ഹാപ്പി, താങ്ക് യു ഡിയർ ഫ്രണ്ട്. നന്ദി കേട്ടോ എൻ്റെ സുഹൃത്തെ, നിനക്ക് നന്ദി കേട്ടോ. കാക്കേനെ റോക്കി ഫ്രണ്ടാക്കി. അപ്പോൾ നിങ്ങളുടേതായ ഭാഷയിൽ കോൺവെർസേഷൻ ഉണ്ടാക്കാനായിരിക്കും ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിഡിൽസ് ആണ്. അത് 1, 2, 3, 4 തന്നിട്ടുണ്ട്. 3 അവിടെ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ഇതുപോലെ എഴുതി ഉണ്ടാക്കുകയും വേണം. ഐ ആം റിയലി പ്രെറ്റി, ഐ വിയർ എ ഡയമണ്ട് ക്രൗൺ. ഞാൻ സുന്ദരിയാണ്, എനിക്കൊരു ഡയമണ്ട് ക്രൗൺ, കിരീടമുണ്ട്. ഐ ലീവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദ സീ. ഞാനൊരു ചില്ലുകൊട്ടാരത്തിൽ ജീവിക്കുന്നു. ഹു ആം ഐ? ഞാൻ ആരാണ്? ഉത്തരം ആരാണ്? ജൂലിയ ദ മെർമൈഡ്. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ലീവ് ഇൻ ദ സീ, ഐ ആം ദ ബിഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ഞാൻ കടലിലാണ് ജീവിക്കുന്നത്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനിമൽ. ഐ സ്റ്റോപ്പ്ഡ് ദ മെൻ ഫ്രം പുട്ടിങ് വേസ്റ്റ് ഇൻ ദ സീ. കടലിൽ കൊണ്ടിടുന്ന വേസ്റ്റുകളൊന്നും ഇടരുതെന്ന് ഞാൻ ഫിഷർമെന്നുകളോട് പറഞ്ഞു. ഹു ആം ഐ? ഞാൻ ആരാണ്? യെസ്, ആരാണ്? ബ്ലൂ വെയിൽ. ബിഗസ്റ്റ് അനിമൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, ഹി ചേസ്ഡ് ദ കാറ്റ്. പൂച്ചയെ പിടിക്കും. ഹി ലൈക്സ് ബോൺസ്. എല്ലുകൾ ഇഷ്ടമാണ് കഴിക്കാൻ. ഹി ക്യാൻ ബാർക്ക്. കുരയ്ക്കാൻ കഴിയും. ഹി സേവ്ഡ് ദ മദർ ക്രോ. അവനാണ് അമ്മ കാക്കയെ രക്ഷിച്ചത്. ഹു ഇസ് ഹി? ആരാണവൻ? യെസ്, റോക്കി ദ ഡോഗ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ മദർ ക്രോ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ. ഇവളെക്കുറിച്ചൊരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഐ എം ബ്ലാക്ക് ഇൻ കളർ. ഞാൻ കറുത്തിട്ടാണ്. ഐ എം എ ബേർഡ്, ഐ ക്യാൻ ഫ്ലൈ. ഞാനൊരു പക്ഷിയാണ്, എനിക്ക് പറക്കാൻ കഴിയും. ഐ ക്ലീൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടൊക്കെ ഞാനാണ് വൃത്തിയാക്കുന്നത്. ഐ ആം എ മദർ, ഹു ആം ഐ? ഞാനൊരു അമ്മയും കൂടിയാണ്, ഞാൻ ആരാണ്? ഇങ്ങനെ ഒരു കടങ്കഥയുണ്ടാക്കാനും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ നിങ്ങൾക്ക് ചോദ്യമായി വരാം. ഈ കഥ നിങ്ങൾ എഴുതേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, one day a little girl was playing with her puppy in the field. She threw the ball and the puppy happily ran to catch it. A snake slowly came near them. The girl became frightened. She called for help. A farmer ran towards them with a stick. He chased the snake away and saved the girl and her puppy. The girl thanked the man. They were both safe. അവളുടെ നായും കൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാമ്പ് ഒരിടത്തേക്ക് വന്നു. നായ അവിടെ കുരച്ചുകൊണ്ടിരുന്നു. അവൾ സഹായത്തിനായി വിളിച്ചപ്പോൾ ഒരു കൃഷിക്കാരൻ വന്ന് പാമ്പിനെ പിടിച്ച് കൊണ്ടുപോയി. ഇങ്ങനത്തെ കഥകളായിരിക്കും കഥ എഴുതാനായിട്ട് ചോദിക്കുക. സ്റ്റോറി റൈറ്റിങ്ങിൽ വരിക. റൈറ്റ് എ സ്റ്റോറി എന്ന് പറഞ്ഞ് വരിക. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് കൂടാതെ ആഡ് മോർ ലൈൻസ് ചോദിക്കാം. കുറച്ച് പദ്യം തരും, അതായത് കവിത തരും. അതിൻ്റെ കൂടുതൽ വരികൾ നിങ്ങളോട് കണ്ടെത്താൻ പറയും. അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ വേർഡ്സുകൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വരും. ക്രിസ്മസ് കാർഡോ അങ്ങനെ വല്ലതും ഉണ്ടാക്കാനായിട്ട് ചോദിച്ചു എന്ന് വരാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ, വിവരണങ്ങൾ ചോദിക്കാം. ചിത്രങ്ങൾ തന്ന് അതിലെന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നല്ല പോലെ വായിക്കുമല്ലോ.